ശ്രീമദ് ഭാഗവതം ക്ലാസ് 113 സ്കന്ധം 6 14-ാമത്തെ അധ്യായമായിട്ട് ചിത്രചേതു ഉപാഖ്യാനമാണ് നോക്കുന്നത്. അതിന്റെ പ്രാരംഭമാണ്. കഥയിലേക്ക് കടന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഒന്നിൽ പരീക്ഷിത്ത് പറയുകയാണ്, പരീക്ഷിച്ച് ചോദിക്കുകയാണ് ബ്രഹ്മത്തെ, രാജസവും താമസവുമായ ഗുണങ്ങളുള്ള താമസം രജോ ഗുണം തമോ ഗുണമാണുള്ളത്. അതായത് വളരെ ആക്റ്റീവാണ്. അതേസമയം തമോ ഗുണമുഖമാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ കാലത്തെ പിന്നോട്ടടിപ്പിക്കുന്നതാണ്, മുന്നോട്ടേക്ക് പോകുന്നതിന് സഹായകമല്ല. വളരെ ആക്റ്റീവാണ്, പക്ഷേ പിന്നോട്ടേക്കാണ് കാലത്തെ വിളിക്കുന്നത്. ഗുണമുള്ള പാപവാനായ പാപിയാണ് വൃത്രാസുരൻ. ഭഗവാനായ നാരായണിൽ എങ്ങനെ ബുദ്ധി ഉണ്ടായി എന്നാണ് ചോദിക്കുന്നത്. ഉറച്ച ബുദ്ധി ഉണ്ടായി. അങ്ങനെയുള്ള പിന്നോട്ടേക്ക് കാലത്തെ വഹിക്കുന്ന നാരായണൻ മുന്നോട്ടേക്കാണ് ലോകത്തെ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള നാരായണനിൽ എങ്ങനെയാണ് ബുദ്ധി ഉറച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, സാത്വിക ഗുണമോ, അതായത് സാത്വിക ഗുണമുള്ളവരെ ദേവന്മാർ, നിർമ്മലവുമായ ദേവകൾക്കും ഋഷികൾക്ക് പോലും ആ മുകുന്ദന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ഉറക്കാറില്ല. ആ പരമപദത്തെ പറ്റി ചിന്തിച്ചങ്ങനെ ഇരിക്കുന്നില്ല. ദേവന്മാരെല്ലാം അവരവരുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് പോവുകയാണ്. പക്ഷെ സാത്വിക ഗുണമാണ്, അവർക്ക് പോലും സാധിക്കാതെ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? എന്നിട്ട് 3 പറയുകയാണ്, ഈ ലോകത്തിൽ മൺതരികൾ എത്രയുണ്ടോ അത്രയും സമാനമായ ജീവികൾ ഇവിടെയുണ്ട്. അതിന് സമാനമായിട്ടുള്ള ജീവജാലങ്ങൾ ഇവിടെയുണ്ട്. അവയിൽ അപൂർവം ചിലർ മനുഷ്യർക്ക് മാത്രമേ, എല്ലാ ജീവജാലങ്ങൾക്കുമില്ല, അതിൽ തന്നെ മനുഷ്യർക്ക്, ആ ഉള്ള മനുഷ്യരിൽ തന്നെ അപൂർവമായ ചിലവർക്ക് മാത്രമേ, അവർ മാത്രമേ ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യാൻ, വളരെ കുറച്ചു പേരെ ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്യാറുള്ളൂ. എന്നിട്ട് 4 പറയുന്നത്, അങ്ങനെയുള്ളവരിൽ തന്നെ വളരെ അപൂർവം ചിലരാണ് മോക്ഷം നേടുന്നത്. അപ്പൊ മോക്ഷം ലഭിക്കുന്നവര് തന്നെ, അങ്ങനെയുള്ളവര് തന്നെ വളരെ കുറവാണ് ധാർമ്മിക കാര്യങ്ങളിൽ ഇടപെടുന്നത്. അങ്ങനെ ഇടപെടുന്നതിൽ തന്നെ അപൂർവം ചിലർക്ക് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം മോക്ഷം ലഭിക്കുന്നുള്ളൂ, ആ ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട്. അതായത് ധാർമ്മിക കാര്യങ്ങളിൽ ഏർപ്പെടുന്ന 1000ങ്ങളിൽ ഒരാൾ മാത്രം, ധാർമ്മിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് എത്രയോ അപൂർവം, അങ്ങനെയുള്ള 1000ങ്ങളിൽ ഒരാൾ മാത്രം ചിലപ്പോൾ സിദ്ധനായിട്ട് തീരുന്നുണ്ട്. ഇനി 5 ഇത് 5 പറയാണ്, ഏഷണാത്രയത്തിൽ നിന്നും മോചനം നേടിയ, ഈ ലോകം തന്നെ പരദോഷം അതും ഇതുമെല്ലായിട്ട് ത്രിദോഷങ്ങളാല് സത്വരജോ തമോ ഗുണങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ട് നട്ടം തിരിയുന്ന അനേകം പേരിൽ, അങ്ങനെയുള്ള അനേകം കോടി സിദ്ധന്മാരുടെ ഇടയിൽ, അങ്ങനെയുള്ളവരിൽ സിദ്ധന്മാർ തന്നെ കോടിക്കണക്കിന് എടുത്താൽ തന്നെ അവരിൽ ശാന്തചിത്തരായി നാരായണിൽ ആസക്തി ഉള്ളവരായി തീരുന്നവർ ദുർലഭമാണ്. അപ്പൊ സിദ്ധന്മാർ എത്രയുണ്ടാകും? കോടിക്കണക്കിനുണ്ടാകും. പക്ഷെ അതിൽ തന്നെ ഭഗവാനിൽ മനസ്സർപ്പിച്ച് നീങ്ങുന്നവര് വളരെ കുറവാണ്. അപ്പോഴാണ് ഈ അസുരകരിക്ക് ഭഗവാനിൽ മനസ്സർപ്പിച്ചിരിക്കുന്നത്. ഇനി 6 സകല ലോകത്തിനും സന്താപം ജനിച്ചവരും ലോകത്തിന് മുഴുവൻ ദുഃഖം ഉണ്ടാക്കുന്നവനാണ് പാപിയുമായ വൃത്രാസുരന്. അപ്പോൾ അദ്ദേഹം ദുഃഖം, ലോകത്തിന് ദുഃഖം, എല്ലാവരും ദുഃഖം എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ലോകം മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിന് പിന്നോട്ടേക്ക് വലിക്കുന്ന റിയാക്ഷനെയാണ് പാപം വൃത്രാസുരനെ കൊണ്ട്. നമ്മുടെ ലോകം ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ തടസ്സം നിർത്തുന്നത്, കാലത്തെ പിന്നോട്ടേക്ക് വലിക്കുന്നവരെയാണ്, റിയാക്ഷനെയാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എന്താണ്, സകല ലോകത്തിനും സന്താപം ജനിപ്പിക്കുന്നവനാണ്, പാപിയുമാണ്. അതുകൊണ്ട് തന്നെ പാപിയുമായ വൃത്താസുരന്
യുദ്ധമധ്യത്തിൽ വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ എന്തായിരിക്കും ചിന്ത ഉണ്ടാവുക? മറ്റവനെ കൊല്ലണം കൊല്ലണം. ആ യുദ്ധം മൂർധന്യത്തിൽ എത്തുമ്പോൾ മറ്റവനെ തട്ടണം എന്നുള്ള ചിന്തയെ മനസ്സിലുണ്ടാവും. ആ സമയത്തിൽ വെച്ചിട്ടാണ് അവരെന്തുണ്ടാകുന്നത്? ഭഗവാനിൽ ഭക്തി ഉണ്ടായതെങ്കിൽ. അതുകൊണ്ട് പറയുകയാണ്, ഇത് ഞങ്ങളിൽ സന്ദേഹം ഉണ്ടാക്കുന്നു. ഇത് നമുക്ക് വലിയ സംശയമുണ്ട്, ഇത് ഉള്ള എങ്ങനെയാ സംഭവിക്കുക. കൗതുകം ഉണ്ടാക്കുന്നുള്ളു. അതേസമയം നമുക്ക് കേൾക്കാൻ നല്ല കൗതുകമുണ്ട്. ആ വൃത്രൻ പരാക്രമത്തിൽ യുദ്ധത്തിൽ, അങ്ങനെ യുദ്ധത്തിലെ പരാക്രമം കാണിക്കുന്ന അവസരത്തിൽ തന്നെ എന്തുണ്ട്? ഇന്ദ്രനെ എങ്ങനെയാ സന്തുഷ്ടനാക്കുന്നത്? എതിര് നിൽക്കുന്ന ഇന്ദ്രനെ സന്തോഷിപ്പിക്കുകയാണ്. നീ ജയിക്കും നീ ജയിക്കും തന്നെ പ്രേരിപ്പിക്കുകയാണ്. ഇവർ നല്ലോണം യുദ്ധം ചെയ്യുന്നുണ്ട്. അതേസമയം അവനെന്തൊക്കെ തോൽവി വരുമ്പോൾ അവന്റെ വജ്രായുധം തന്നെ വീണു പോയപ്പോൾ അതിനൊന്നും നിരാശപ്പെടേണ്ട, എണീച്ചോ നിരിക്കാനോ കൊല്ലാനും പറ്റുന്നുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കുകയാണ്. 8 സൂതൻ പറയുകയാണ്, ഇതെല്ലാം കേട്ടപ്പോൾ ശുക്ര ബ്രഹ്മർഷി ശുക്രനല്ല ശുഖബ്രഹ്മർഷി ആദ്യം തന്നെ കഥ തുടങ്ങുന്നത് സുഖനും വെച്ചുകൊണ്ടാണ്. അതായത് വേദവ്യാസന്റെ പുത്രൻ. അപ്പൊ ശുഖബ്രഹ്മർഷി ആരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്? പരീക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം നൽകി. 9 പറയാണ്, അല്ലയോ രാജാവേ, ഈ പൂർവചരിത്രത്തെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ. ആ പൂർവചരിത്രം ശ്രദ്ധയോടുകൂടി കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാം വിസ്തരിച്ച് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു കഥ അതിന്റെ പ്രാരംഭമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് കുറെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് പറയുകയാണ്, ഇത് വേദവ്യാസനിൽ നിന്നും നാരദനെ കിട്ടി, നാരദനിൽ നിന്നും ദേവല മുനിയിൽ നിന്നും ശ്രവിക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് കേട്ടത്. അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. 10 പറയാണ്, സൂരസേന ദേശത്ത് പണ്ട് ഒരു ദേശത്ത്, അതേത് സമയമാണെന്ന് ഞാൻ പിന്നീട് പറയാം, ചിത്രകേതു എന്ന് വിഖ്യാതനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു പോൽ. അപ്പൊ ഒരു കഥയാണ്. ഉണ്ടായിരുന്നു പോൽ എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പുള്ള കാര്യത്തിലല്ല. നിങ്ങൾ അതൊന്നും ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊന്നും ചിന്തിച്ചു പോകരുത്. രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശക്തി ഉണ്ടായിരുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയല്ല. അങ്ങനെ ഒരു രാജാവായിട്ട് ഭരിക്കുന്നവരെയൊന്നും ചിന്തിച്ചു കളയരുത്. ഇതെല്ലാം ഫലങ്ങളാണ്. ഇത് 11 പറയാണ്, അല്ല അതിൽ തന്നെ പറയാണ്, അവര് നല്ല രാജാവായിരുന്നു. അതുകൊണ്ട് ഭൂമി കാമധേനു പോലെ, കാമധേനു പശു വേണ്ടതെല്ലാം ചുരത്തുന്ന പോലെ ഭൂമി അവന് വേണ്ടിയിട്ട് എല്ലാം ചുരത്തിയിരുന്നു. എല്ലാം സുഭിക്ഷമാണ്. ഭൂമിയിലെല്ലാം വേണ്ടത് ആ സമയത്ത് സുഭിക്ഷമായി ലഭിക്കുമായിരുന്നു. 11 അദ്ദേഹത്തിന് ഭാര്യമാരായ 1000-10,000 പേരുണ്ടായിരുന്നു. 1000-10,000. അത്രയും ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അല്ല സന്താനമില്ലാതെ അങ്ങനെ ഡോക്ടർമാർ പരിശോധിച്ചാൽ വേറെ കുഴപ്പമൊന്നും കാണില്ല. അല്ല സന്താനം ഉണ്ടാക്കാനുള്ള കഴിവെല്ലാം ഉണ്ട്. ഇപ്പൊ മനുഷ്യരിൽ ഇല്ലാതെ ആൾക്കാരുണ്ട്, സന്താനം ഉണ്ടാകാത്തവരുള്ള, ഉണ്ടാക്കാൻ കഴിവില്ലാത്തവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇങ്ങനത്തെ ഇഷ്ടമാനും ഭാര്യമാരും ഉണ്ടായിരുന്നു. 1000-10,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനം ഉണ്ടാകാനുള്ള കഴിവുണ്ടായിരുന്നു. എങ്കിലും സന്തതി ഉണ്ടായില്ല, കുട്ടികൾ ഉണ്ടായില്ല. അപ്പോൾ എപ്പോഴാണിത്? സൃഷ്ടി നടക്കുന്നതിന് മുമ്പിലാണ്. പ്രജകളൊന്നും ഉണ്ടാകാത്ത കാലത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് തുടക്കമുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനു മുമ്പില് മനുഷ്യരും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിനുള്ള ഫലങ്ങളെ പറ്റിയെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ അതിന്റെ പിന്നോട്ടേക്ക് പോവുകയാണ്. എവിടത്തേക്ക് പോവുകയാണ്? സൃഷ്ടിയുടെ തുടക്കത്തിലേക്ക് പോവുകയാണ്. ആദ്യം മുതലേ കഥ പറയുകയാണ്. ആ സൃഷ്ടിക്രമം ഒന്നും കൂടി വിവരിക്കുകയാണ്. പറഞ്ഞ തന്നെ പലതരത്തിൽ പറഞ്ഞുകൊണ്ട് വരികയാണ്. 12 അദ്ദേഹത്തിന് സൗന്ദര്യമുണ്ട്,
ദാനശീലമുണ്ട്, എല്ലാ ഗുണവുമുണ്ട്. യുവാവാണ്, വംശമഹിമയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പ്രഭുത്വമുണ്ട്, സമ്പത്തുണ്ട്. എന്നിവയെല്ലാം തികഞ്ഞവനായ ആ രാജാവിന് മക്കളില്ലായകയാൽ വിഷമം തോന്നി. അദ്ദേഹത്തിന് മക്കളില്ല, അദ്ദേഹത്തിലൂടെ വംശം വന്നില്ല, സൃഷ്ടിയൊന്നും പൂർണ്ണമായില്ല. 13. രാജാതിരാജനായ അദ്ദേഹത്തിന് എല്ലാ സമ്പത്തുകളും സുന്ദരിമാരായ ഭാര്യമാരും ഉണ്ടായിട്ടും മനസംതൃപ്തി എന്തൊന്ന് ലഭിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സമാധാനം കിട്ടിയില്ല. കാരണം എന്തുകൊണ്ട്? മക്കളില്ല. എന്തുണ്ടായിട്ട് മക്കളില്ലെങ്കിൽ. 14. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അങ്കീരസ് എന്ന മഹാമുനി അങ്ങനെ ലോകം ചുറ്റി നടക്കുന്നതിൻ്റെ ഇടക്ക് അദ്ദേഹത്തിന്റെ രാജധാനിയിൽ വന്നു. അപ്പോൾ അങ്കീരസിന്റെ കാലഘട്ടമാണ്. അങ്കീരസിന്റെ കാലഘട്ടത്തിൽ ലോകത്തെ നയിക്കുന്ന ശക്തിയാണ് ഈ രാജാവ്. അങ്കീരസിലൂടെയാണ് ഈ രാജാവ് മക്കളെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ അങ്കീരസ് മഹർഷിയാണ് വന്നത്. അങ്കീരസ് എന്ന് പറയുമ്പോൾ ആദ്യം ഊർജം തരംഗരൂപത്തിൽ ഒഴുകിയപ്പോൾ അവ കൂടിച്ചേർന്നിട്ടുള്ളതാണ് അങ്കീരസ്സുകൾ. ഇത് ബ്രഹ്മം തൊട്ട് കൂട്ടൽ എന്ന വേദപഠന ക്ലാസ്സിലൂടെ പടയെല്ലാം വെച്ചിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊർജമാണ് ദ്രവ്യമായത്. ആദ്യം ഊർജം തരംഗരൂപത്തിലൊഴുകി ആ തരംഗങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് അങ്കീരസ്സുകൾ ഉണ്ടായത്, കണങ്ങൾ ഉണ്ടായത്. കണം എന്ന് പറയുന്നത് ഇലക്ട്രോൺ പ്രോട്ടോൺ അല്ല, അതും അങ്കീരസ്സുകളിൽ പെടുത്താം. പക്ഷേ ആദ്യം ഉണ്ടായത് ചെറിയ കണങ്ങളാണ്, ബിന്ദുക്കളാണ്. അതാണ് അഗ്നിയുടെ പുത്രന്മാര് എന്ന് വേണമെങ്കിൽ പറയാം. അഗ്നി ഊർജമാണ്. ഊർജം തരംഗരൂപത്തിൽ ഒഴുകിയപ്പോൾ അവ കൂടിച്ചേർന്നിട്ടാണ് ബിന്ദുക്കൾ ഉണ്ടായിരിക്കുന്നത്. ഈ ബിന്ദുക്കൾക്കാണ് അങ്കീരസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലെ രാജാവാണ് ഈ പറയുന്ന കക്ഷി, ചിത്രകേതു. അപ്പൊ അദ്ദേഹമാണ് അങ്കീരസ്സുകളിലൂടെ, ആദ്യമുണ്ടായ ഊർജത്തിന്റെ കണങ്ങളിലൂടെ, ആ ബിന്ദുക്കളിലൂടെ, സൂക്ഷ്മകണങ്ങളിലൂടെ സൃഷ്ടി നടത്തേണ്ടത്. അപ്പൊ ആ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. പ്രപഞ്ചമൊന്നും ഉണ്ടായിട്ടില്ല. ശൂന്യമായ സമുദ്രം പോലെ, തിരമാലകൾ പോലെ ഊർജങ്ങൾ ഇങ്ങനെ പ്രവഹിക്കുന്നു. അവ കൂടിച്ചേർന്നിട്ട് കണങ്ങളായി തീർന്നിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ബ്രഹ്മം തൊട്ട് കൂട്ടൽ എന്ന ക്ലാസ്സിൽ പോവുക. അത് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം രാജധാനിയിൽ വന്നു. അദ്ദേഹത്തെ 15 അദ്ദേഹം വഴിയാ വണ്ണം സ്വീകരിച്ചിരുത്തി ആദരിച്ച ശേഷം അടുത്തിരുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച് അടുത്തിരുന്നു. 16 മഹാമുനി അങ്ങനെ വിനയത്തോടെ അദ്ദേഹത്തിന്റെ അരികിൽ നിലത്തിരിക്കുന്നത് കണ്ട്, ഈ മുനിയുടെ അടുത്ത് നിലത്താണ് ഇരുന്നത്, അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ രാജാവോട് പറഞ്ഞു, അങ്ങയുടെ പൈതൃകങ്ങൾ, അങ്ങയുടെ പ്രജകൾക്കും രാജാംഗങ്ങൾക്കും എല്ലാം ക്ഷേമമല്ലേ? ജീവാത്മാവിനെ പോലെ രാജാവും 7 പ്രകൃതികളാൽ സുരക്ഷിതമാണ്. ഒരു രാജാവ് 7 പ്രകൃതികളാൽ സുരക്ഷിതമാണ്. രാജാവിന്റെ സുരക്ഷിതത്വം 7 കാര്യങ്ങളിലാണ്. ജീവാത്മാവിനും 7 സുരക്ഷിതമാണ്. ജീവാത്മാവ് ഇങ്ങനെയാണ് സുരക്ഷിതം. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളാണ് ഈ ജീവാത്മാവിനെ സംരക്ഷിക്കുന്നത്. ഈ ശരീരം മുഴുവൻ പഞ്ചഭൂതങ്ങളാണ്, പഞ്ചായി. പിന്നെ എന്താണ്? മനസ്സെന്ന തത്വം, മഹാതത്വങ്ങളുണ്ട്, സയൻസ് ഉണ്ട്. പിന്നെ ഞാനെന്നൊരു അഹങ്കാരം. ഇതാണ് ശരീരത്തെ സംരക്ഷിക്കുന്നത്.
രാജാവിനെ സംബന്ധിച്ചാണെങ്കിൽ പുരോഹിതരുണ്ട്, മന്ത്രിമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പിന്നെ എന്തുണ്ട്, കൊട്ടാരവും ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇതെല്ലാമായിട്ട് സുരക്ഷിതനാണ്. അപ്പോൾ 18 അതൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല, പറയുകയാണ്. അപ്പൊ ഇങ്ങനെ 7 കൊണ്ട് സുരക്ഷിതരാണ്. രാജാവ് സുരക്ഷിതരാരെന്ന് നല്ല ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? പുരോഹിതന്മാരാണ് രാജാവിന് ഉപദേശിക്കാനുള്ളത്. പിന്നെ അതിന്റെ ചുറ്റത്തിലുള്ള മന്ത്രിമാരുണ്ടാകും, പിന്നെ സുഹൃത്തുക്കളായിട്ട് കുറെ പേരുണ്ടാകും, പിന്നെ സമ്പത്ത്, ആ രാജ്യത്തിന്റെ സമ്പത്ത് ഉണ്ടെങ്കിലല്ലേ രാജാവിന് സുരക്ഷിതത്വമുള്ളൂ. പിന്നെന്താണ്? ജനങ്ങള് ജനങ്ങളാണല്ലോ പിന്നെ സംരക്ഷണം പ്രധാനപ്പെട്ടത്. പിന്നെ അതിന് വേണ്ട കോട്ടയെല്ലാം വേണം. പിന്നെ എന്ത് വേണം? സൈന്യങ്ങളും വേണം. ഇതെല്ലാമാണ് 7. ഇനി പറയുകയാണ് പ്രജകളിൽ തന്നെ തന്നെ സമർപ്പിച്ച്. അപ്പൊ രാജാവ് എങ്ങനെയാണ് ഭരിക്കേണ്ടത്? തന്നെ പ്രജകളിൽ സമർപ്പിക്കണം. പ്രജകൾക്ക് വേണ്ടിയാണ് രാജാവാകുന്നത്, അല്ല രാജാവിന് വേണ്ടി പ്രജകളല്ല, പ്രജകൾക്ക് വേണ്ടി ഒരാളെ പിടിച്ച് രാജാവാക്കിയാണ്. അപ്പോൾ രാജാവ് പ്രജകളിൽ തന്നെ സമർപ്പിക്കണം. തൻ്റെ ജീവിതം മുഴുവൻ പ്രജകൾക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് രാജസുഖം അനുഭവിക്കണം. അങ്ങനെ പ്രജകളിൽ സമർപ്പിച്ചുകൊണ്ട് രാജസുഖം അനുഭവിക്കുമ്പോൾ ആ പ്രജകളും ആ അതിങ്ങനെ ഉണ്ടാകുന്ന സമ്പൽ സമൃദ്ധിയോടുകൂടി രാജ്യസുഖം അനുഭവിക്കും. അപ്പം ജനങ്ങളെല്ലാം അനുഭവിക്കുന്ന സുഖം രാജാവിനും കിട്ടണം. ആ തരത്തിലാണ് ഭരിക്കേണ്ടത്. അല്ലെ രാജാവ് സുഖമായി ഇരുന്ന് വോട്ടും വാങ്ങിയിട്ട് അവിടെ പോയിട്ട് വിലസുക, ജനം ഇവിടെ പട്ടിണി കിടക്കുക, അതല്ല വേണ്ടത്. ജനത്തിനുണ്ടാകുന്ന സുഖം ജനത്തിലെ ഒരംഗം എന്ന നിലയിൽ രാജാവിന് കിട്ടണം. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇരിക്കാൻ സീറ്റുകളെല്ലാം രാജാവിനെ ഇതേമാതിരി കൊട്ടാക്കി കൊടുക്കണമല്ലോ, അല്ലാതെ ജനങ്ങൾക്കല്ല അതേമാതിരി ഇത് അല്ല, അത് പറ്റില്ല. പക്ഷെ സുഖങ്ങളെല്ലാം തുല്യമായിട്ട് ജനങ്ങളോടൊത്ത് അനുഭവിക്കണം. എന്നിട്ട് 19 എന്താ പറയുന്നത് വെച്ചാൽ ഇത് തന്നെയാണ് പറയുന്നത്. പത്നിമാര്, പ്രജകള്, സേവകര്, വ്യവസായികള്, നിയമ ഉപദേഷ്ടാക്കള്, നഗരവാസികള്, നാട്ടിൻപുറത്തുകാര്, നഗരത്തിലുള്ളവർ മാത്രമല്ല നാട്ടിൻപുറത്തുകാര്, നാടുവാഴികൾ, അവിടെയുള്ള ചെറിയ പ്രാദേശിക നാട്ടുവാഴികള്, പിന്നെ സ്വന്തം മക്കൾ എന്നിവരെല്ലാം അധീനതയിൽ വർത്തിക്കുകയാണ്. ഈ രാജാവിന്റെ അധീനതയിൽ ഇത്രയും പേരുണ്ട്. എല്ലാം തൻ്റെ ഭാര്യയും തൻ്റെ പാർട്ടിക്കാരും മാത്രമല്ല, ഈ എല്ലാ വിഭാഗവും ഗ്രാമവും പട്ടണവും ഇല്ല, എല്ലാവരും അദ്ദേഹത്തിന്റെ അധീനതയിലാണ് വസിക്കുന്നത്. ഇത് 20 പറയുകയാണ്, രാജാവിന്റെ മനസ്സ് ഇവരിൽ എല്ലാവരിലും സ്വാധീനമായി ഇരിക്കുകയാണെങ്കിൽ ആ ജനങ്ങളെല്ലാം അവരുടെ അധീനതയിലാണ്. എല്ലാവർക്കും രാജഭോഗത്തെ നൽകും. അത് എല്ലാവർക്കും രാജഭോഗത്തെ നൽകും. അതായത് രാജാവും ജനങ്ങളും ഒന്നുകൊണ്ടാണ് ഒരു കുടുംബത്തിന് അംഗത്തെ പോലെ രാജാവ്, അതിനൊരു തലവൻ എന്ന നിലയിൽ. 21 പറയാണ്, ഇത് ആര് പറയുകയാണ്? അംഗീരസ്. രാജാവ് ഇങ്ങനെയല്ല ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് 21 പറയാണ്, അങ്ങ് പക്ഷേ തന്നെത്താൻ സന്തോഷവാനല്ല, അങ്ങ് തന്നെത്താൻ സന്തോഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അന്യനിൽ നിന്നോ തന്നിൽ നിന്നോ സാധിക്കാത്തതായി എന്തോന്ന് അങ്ങയുടെ മുഖത്തെ വിവരണമാക്കിയിരിക്കുന്നു. ഒന്നിക്ക് തന്നിൽ നിന്ന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെ അന്യനിൽ നിന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ മനസ്സ് വിവരണമായിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു. ഇത് 22 പറയാം, എല്ലാം അറിയുന്നവരെങ്കിലും അംഗീരസ് മുനി ഇപ്രകാരം ചോദിച്ച സ്ഥിതിക്ക്, അംഗീരസ് മുനിക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിക്ക് പിന്നിട്ടുള്ളതല്ല, ഇനി അംഗീരസിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അല്ലാതെ അറിയാം. എങ്കിലും അംഗീരസ് ചോദിച്ച സ്ഥിതിക്ക് അദ്ദേഹം വിനയത്തോടു കൂടി മറുപടി പറഞ്ഞു.
ഇദ്ദേഹത്തിന് അറിയാമല്ലോ, അറിയാം. അതുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞു നിങ്ങൾ മോനസിലെന്തോ പ്രശ്നം എന്താ പ്രശ്നം തോന്നുന്നു, അങ്ങനെ പ്രശ്നം എന്താണെന്നും അങ്ങേർക്ക് അറിയാം. എന്നിട്ടും ചോദിച്ച സ്ഥിതിക്ക് ഇദ്ദേഹം മറുപടി വരികയാണ് ചിത്രകേതു 23. സർവജ്ഞനായവനെ അങ്ങേക്ക് അറിയാതായിട്ടൊന്നുമില്ലല്ലോ. തപസ്, ജ്ഞാനം, സമാധി ഈ നിലയിലെത്തിയ യോഗിക്ക്, ഒരാള് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന അവസ്ഥയിലെത്തിയാൽ, ഒരു യോഗിയായ അതിന്റെ ഏകദേശം അടുത്തെത്തിയ ഒരു വ്യക്തിക്ക് തപസ്, ജ്ഞാനം, സമാധി ഏകദേശം അതിന്റെ അടുത്തെത്തിയ ഒരു വ്യക്തിക്ക് അകത്തും പുറത്തും അറിയാത്തതായിട്ട് ഒന്നുമില്ല. ഈ ലോകത്തിൽ അറിയാത്തതായിട്ട് ഒന്നുമില്ല. എന്താണ് അറിയുക? നമ്മള് ഇപ്പോഴും ഞാനെന്ന ചിന്ത കൊണ്ട് എനിക്കൊന്നും അറിയുന്നില്ല. പക്ഷെ ആ തത്വം എത്തുമ്പോൾ ഇതെല്ലാം ശക്തി ജയിക്കുന്നതാണ്. ആ ശക്തി നമ്മളെ കൊണ്ടാണ് ഇതെല്ലാം പോക്കിക്കുന്നത്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകമാണ്, കഷ്ടപ്പാടാണ്, ഇങ്ങനെ ദുഃഖങ്ങളെല്ലാം ഉണ്ടാകാം എല്ലാം അവർക്കറിയാൻ പറ്റും. അറിയാത്തതായിട്ട് ഒന്നുമില്ല. 24 പറയും, എന്തിരിക്കലും എല്ലാം അറിഞ്ഞവനാണെങ്കിലും എനിക്കറിയാം, അങ്ങേക്കെല്ലാം അറിയാം. ചോദിച്ച സ്ഥിതിക്ക് ഉള്ളിലുള്ള വിചാരം പറയാം. ചോദിച്ച സ്ഥിതിക്ക് ഉള്ളിലുള്ള വിചാരം പറയാം. അങ്ങ് ചോദിച്ചോണ്ട് പറയുകയാണ്, അങ്ങേർക്കെല്ലാം അറിയാം, പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ചോദിച്ചവത്തരം പറയാം. 25. ഇന്ദ്രാദി ദിക്പാലകർ പോലും ആഗ്രഹിക്കുന്ന സാമ്രാജ്യവും, ഇന്ദ്രാദികളായ ദിക്പാലകർ പോലും ആഗ്രഹിക്കുന്ന സാമ്രാജ്യം ആദ്യം ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ശക്തിയായിട്ടാണ് ഇവിടെ ഇദ്ദേഹത്തെ രാജാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ പ്രഭാവമുണ്ട്, സമ്പത്തുണ്ട്. ഉള്ളവന് സന്തതിയില്ലെങ്കിൽ, അപ്പൊ ഇതെല്ലാം ഉണ്ട്, ശരി തന്നെ. പക്ഷെ സന്തതിയില്ല, അതാണ് പ്രശ്നം. സന്തതിയില്ലെങ്കിൽ വിശപ്പും ഭാവവും കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഭയങ്കര വിശന്ന് ഇതായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റ് സുഖഭോഗ വസ്തുക്കളിലൂടെയൊന്നും സന്തോഷം ലഭിക്കില്ല. വിശന്നിരിക്കുന്ന ഒരാൾക്ക് മറ്റുള്ള സുഖഭോഗ വസ്തുക്കളിൽ താല്പര്യമില്ല. ഒരു കാര്യം തിന്നാനും ഒന്നുമില്ലാതെ ബാക്കി ഒരു ചിന്തയും ഉണ്ടാവില്ല. പഠിക്കണമെന്ന് ഒരു ചിന്തയും ഉണ്ടാവില്ല. ഒരു സുഖഭോഗത്തിലും താല്പര്യം ഉണ്ടാവില്ല. വിശക്കുന്ന ഒരുത്തൻ ആദ്യം, കാരണം ഊർജമുണ്ടെങ്കിലേ എന്തും ചെയ്യാൻ പറ്റും. വിശപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഊർജമില്ല, ശക്തിയില്ല, അഗ്നിയില്ല. അപ്പൊ ഊർജം കിട്ടുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തും ചെയ്യാൻ പറ്റുള്ളൂ. 26. ആകയാൽ അങ്ങ് എന്നെ രക്ഷിക്കണം. അങ്ങ് വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. സന്താന ലാഭത്തോടെ നരകലോകത്തെ തരണം ചെയ്യുവാൻ അങ്ങ് സഹായിക്കണം. കാരണം എൻ്റെ ലക്ഷ്യം എന്താണ്? സന്തതി പരമ്പരകൾ ഉണ്ടാക്കുകയാണ്. എന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെ ലോകത്തിൽ സന്തതികൾ ഉണ്ടാക്കാൻ. അതായത് ആദ്യം ഇപ്പോൾ ഒന്നുമില്ല, ഊർജം മാത്രമേ തരക്ക രൂപത്തിൽ ഒഴുകുന്നു. അതിൻ്റെ അകത്തുനിന്ന് അങ്കീരസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അങ്കീരസകൾ വിചാരിച്ചാലേ എന്തുണ്ടാവുകയുള്ളൂ, കണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എന്ത് കണങ്ങൾ? ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം. ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ചാർജുള്ള കണങ്ങളാണ് വണ്ടി ഉണ്ടാകുന്നത്. ആദ്യം കുറെ സൂക്ഷ്മ കണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അസൂക്ഷ്മ കണങ്ങൾക്ക് സയൻസിൽ ഈതർ പാർട്ടികൾ എന്നെല്ലാം പറയും. ഈതർ പാർട്ടികൾ അതിൻ്റെ അപ്പുറത്തെ വേണ്ടിക്ക് കണമായിട്ട് വേണമെങ്കിൽ ഈരെ ചിന്തിക്കാം. ഈതർ പാർട്ടികളുടെ അപ്പുറം, അതായത് വേവുകൾ കൂടി ചേർമ്പോഴുള്ള, അത് ഞാൻ പറഞ്ഞല്ല, ബ്രഹ്മത്തൊട്ടുമുട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പടമെല്ലാം വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് സൃഷ്ടി എങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ 27 ശുഗൻ പറയുകയാണ്, ബ്രഹ്മാവിന്റെ പുത്രനായ ഋഷി, ഇപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിയാണല്ലോ, സൃഷ്ടിയുടെ പുത്രനാണത്. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന അങ്കീരസുകൾ, അതിൽ നിന്നാണ്, അവിടുത്തെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന രാജാവാണ് ഈ രാജാവ്. ബ്രഹ്മാവിന്റെ പുത്രനായ ഋഷി ആദ്യത്തെ ദേവാത്മകമായ ഹവിസ്സിനെ പാകം ചെയ്ത്, ആദിത്യനിൽ നിന്നാണ് ആ ആത്മാവ്
സൃഷ്ടിക്കുള്ള പരമാത്മാവിന്റെ ഉത്ഭവം അതിലൂടെയാണ്. ത്വഷ്ടാവിനെ യജ്ഞം ചെയ്ത് ആരാധിച്ചു. അപ്പൊ അവിടെ നിന്നാണ് സൃഷ്ടിക്രമം തുടങ്ങുന്നത്. ഇത് 28 പിന്നെ രാജാവിന്റെ ആദ്യ റാണിയായ എത്രയോ 1000-10,000 പറഞ്ഞു കിട്ടുമല്ലോ. അതിൽ ആദ്യത്തെ രാജ്ഞിയായ കൃതദ്യുതി എന്നവൾക്ക് അദ്ദേഹം യജ്ഞശേഷത്തെ നൽകി. അപ്പൊ അങ്കീരസിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ഈ രാജാവിനും രാജ്ഞിയിലൂടെ ആണ് ഈ സൃഷ്ടിക്രമം. ഏതാണ് ഉണ്ടാകേണ്ടത്? ആദ്യം കണമാണ് ഉണ്ടാകുന്നത്. ഒന്നിക്ക് ഇലക്ട്രോണായിട്ട് നമുക്ക് സങ്കല്പിക്കാം, ഇല്ലെങ്കിൽ പ്രോട്ടോണായിട്ട് സങ്കല്പിക്കാം. ഇലക്ട്രോണാണ് ഏറ്റവും ചെറുത്. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ വലുതാണ്. അപ്പൊ പിന്നെയും കൂടി ചേർന്നാലേ പ്രോട്ടോൺ. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ആയിട്ട് വെക്കാം. പക്ഷെ അങ്കീരസ് സ്റ്റഡി ആയിട്ടുള്ളതാണ്. തരംഗങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അങ്കീരസ് കണം സ്റ്റഡിയാണ്. ഇനി അത് കൂടിച്ചേർന്നിട്ട് വേണം ഇലക്ട്രോൺ ആകാൻ. ആദ്യത്തെ ഇലക്ട്രോൺ ആയിട്ട് നമുക്ക് എടുക്കാം. അതിന് മുകളിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതും വേണ്ടി ഗീതർ കണാനായിട്ട് അത്തരത്തിലും എടുക്കാം. അപ്പൊ ഇവിടെ എന്താണ് ഈ രാജാവിന്റെ കൃതദ്യുതി എന്ന ആദ്യ ഭാര്യക്കാണ്, രാജ്ഞിക്കാണ് കൊടുത്തത്. ഇപ്പൊ 29. പിന്നെ അങ്കീരസ് മുനി രാജാവിനോട് പറഞ്ഞു, അങ്ങേക്ക് ഒരു പുത്രൻ ജനിക്കും. ഒരു പുത്രനെ ജനിക്കുള്ളൂ. അപ്പൊ ഇലക്ട്രോൺ പ്രോട്ടോൺ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ആകെ ഇലക്ട്രോൺ ആയിരിക്കും. അവൻ അങ്ങേക്ക് സന്തോഷവും സന്താപവും ഉണ്ടാക്കി തരും. അങ്ങേക്ക് സന്തോഷം ഉണ്ടാക്കും, സന്താപം ഉണ്ടാക്കും തരുന്നു പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് യാത്രയായി. 30. അങ്ങനെ ആ കൃതദ്യുതി ചിത്രകേതുവിൽ നിന്നും, ചിത്രകേതു എന്ന് പറഞ്ഞാൽ രാജാവെന്ന പ്രേരക ശക്തി, ആ പ്രേരക ശക്തിയിൽ നിന്ന് പ്രകൃതി, കൃതദ്യുതി പ്രകൃതി, പുരുഷനും പ്രകൃതിയും, ആ രണ്ടിലൂടെ ഗർഭത്തെ ധരിച്ചു. അഗ്നിദേവനിൽ നിന്നും പുത്രനെ എന്ന പോലെ. അപ്പൊ അഗ്നിയിൽ നിന്നും ഊർജത്തിൽ നിന്നും പുത്രനെ ലഭിച്ച, അതാണ് അങ്കീരസ്സുകൾ. അഗ്നി ഊർജത്തിൽ നിന്നും പുത്രനുണ്ടായ അങ്കീരസ്സുകളിലൂടെയാണ് എലിയിരിക്കുന്നത്. അപ്പൊ അഗ്നിയാണ് യഥാർത്ഥത്തില്, അതുപോലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അഗ്നിയിൽ നിന്നാണ് ആദ്യത്തെ ദ്രവ്യമായ ഇലക്ട്രോൺ ഉണ്ടാകേണ്ടത്. 31. ചിത്രകേതുവിന്റെ രേതസ് കൊണ്ടുണ്ടായ അവളുടെ ഗർഭം വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനെ പോലെ മെല്ലെ മെല്ലെ വളർന്നു. അപ്പം ആദ്യമുണ്ടായ അങ്കീരസ്സുകൾ എന്ന കുറെ കണങ്ങള് സാവധാനം കൂടി ചേർന്നിട്ടാണ് ഇലക്ട്രോൺ എന്ന കണം ഉണ്ടാകുന്നത്. മെല്ലെ മെല്ലെ വളർന്നു. വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനെ പോലെ. വെളുത്ത പക്ഷത്തില് ആദ്യം കർത്തവായിരിക്കും, പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ ചന്ദ്രൻ വലുതായി വരുന്ന മാതിരി കുട്ടി വലുതായി വരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഗർഭം പോലെ കഥയിലാകുമ്പോൾ അങ്ങനെ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അതായത് ഈ കണങ്ങൾ കൂടി ചേർന്നിട്ട് ഇലക്ട്രോൺ ആകാൻ പോവുകയാണ്. 32. അങ്ങനെ പ്രസവകാലം എത്തിയപ്പോൾ ദേശവാസികൾക്കെല്ലാം ആഹ്ലാദം ജനിപ്പിച്ചുകൊണ്ട് ഒരു പുത്രൻ ജനിച്ചു. ഒരു പുത്രനാണ് ജനിച്ചത്. ഒരു ഇലക്ട്രോൺ ഉണ്ടായെന്ന് നമുക്ക് സങ്കല്പിക്കാം. പിന്നെ 33. രാജാവ് പിന്നെ കുളിച്ച് ശുദ്ധനായി ബാലനെ അലങ്കരിച്ച് ബ്രാഹ്മണന്മാരെ കൊണ്ട് ജാതക കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു. ഇതെല്ലാം ഒരു കഥാപാത്രമായിട്ട് അവതരിക്കുമ്പോഴാണ് ഈ ജാതകർമ്മം എല്ലാം നടത്തേണ്ടി വരുന്നത്. കഥയാകുമ്പോൾ അവിടെ ജനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജാതകർമ്മം നിർമ്മിക്കാൻ ജ്യോതിഷരൊന്നും അവിടെ ഉണ്ടായിട്ടൊന്നുമില്ല, ബ്രാഹ്മണനൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കഥയായിട്ട് കഥാപാത്രമായിട്ട് പറയുമ്പോൾ നമ്മളെ ആരംഭപ്പെടുത്താൻ വേണ്ടി ജനതക്കിലല്ലേ വിശ്വസിക്കുക. അതുകൊണ്ട് ജാതകർമ്മം എല്ലാം നടത്തി എന്ന് പറയുകയാണ്. പിന്നെ 34. അവർക്ക് പൊന്ന്, വെള്ളി, ആടകള്, ആഭരണങ്ങള്, ഗ്രാമങ്ങള്, കുതിരകള്, ആനകള്, പശുക്കള്, ആലുകൾ മുതലായവയെല്ലാം ദാനം ചെയ്തു. അപ്പൊ ഇന്നത്തെ കാലം ബ്രാഹ്മണർക്ക് ജാതകർമ്മം ചെയ്യുന്നതിന് ദക്ഷിണ കൊടുക്കണമല്ലോ. അന്നും കൊടുത്തു എന്നെല്ലാം പറയും. ഇത് കഥരൂപത്തിലാണ്. അവിടെ ആടിയുമില്ല, പട്ടിയില്ല, ഒരു ചുക്കും ഉണ്ടായിട്ടില്ല. സൃഷ്ടി നടന്നൊക്കെ പിന്നെ ഇതെല്ലാം എടുത്തു കൊടുക്കണമെങ്കിൽ എവിടെ കിടക്കുന്നത്? ആകെ ഒരു ഊർജ കഥരൂപത്തിലായിട്ടേ ഉള്ളൂ. പക്ഷെ കഥയിൽ വരുമ്പോൾ ഇങ്ങനെയെല്ലാം പറയും.
അതുകൊണ്ട് കഥ കഥയാണ്, അവിടെ അങ്ങോട്ട് കയറിയിട്ട് ചോദ്യമൊന്നും ഇല്ല. അപ്പൊ കഥേനെ കഥയായിട്ട് കണ്ടുകൊള്ളുക. ഇതിന് മുമ്പത്തെ രാജാവ് ജനങ്ങൾക്കും അവർക്ക് വേണ്ടതെല്ലാം നൽകി. ജനലുണ്ടായി പിന്നെ ഈ സൃഷ്ടികർമ്മം ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, കഥയിലാണ്. അങ്ങനെ ഒരു കഥാപാത്രം കുട്ടീനെ കണ്ടു മൂക്കുമെല്ലാം വെച്ച് അവതരിപ്പിക്കുമ്പോൾ, ഇലക്ട്രോണിനെ കണ്ടു മൂക്കുമെല്ലാം വെച്ച് അവതരിപ്പിക്കുമ്പോൾ ജാതകർമ്മം നടത്തേണ്ടി വരും, ജനങ്ങൾക്കെല്ലാം ദക്ഷിണയും കൊടുക്കേണ്ടി വരും. ആ നിലയിൽ കഥയെ കാണും. അപ്പോൾ മേഘങ്ങളെല്ലാം മഴയെല്ലാം ഭക്ഷിച്ചു എന്ന് പറയുകയാണ്. മേഘവും ഇല്ല, മഴയും ഇല്ല, ആ കാലം അതാണ്. 36 പ്രയാസപ്പെട്ട് കിട്ടിയ പുത്രൻ, ഇദ്ദേഹത്തിന് പ്രയാസപ്പെട്ട് കിട്ടിയ പുത്രനാണല്ലോ. സിദ്ധൻ ആയാസപ്പെട്ട് കിട്ടിയ ധനം പോലെ പ്രയാസപ്പെട്ട ഒരു ധനം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ജോലിക്ക് ആദ്യത്തെ ശമ്പളം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്, അവനിൽ വാത്സല്യം കൂടിക്കൂടി വന്നു. അതിന് വലിയൊരു മധുരതയുണ്ട്. അതുകൊണ്ട് ഇവനോടുള്ള വാത്സല്യം കൂടിക്കൂടി വന്നു. ഇനി 37 മാതാവിന് മകനിൽ മോഹത്തിൽ നിന്നുണ്ടായ വാത്സല്യവും കണക്കിലേറെ വർദ്ധിച്ചു. മാതാവിനും ആ കുട്ടീനെ കിട്ടിയപ്പോൾ അതിനോടുള്ള വാത്സല്യം കൂടി വന്നു. അപ്പോൾ മറ്റു ഭാര്യമാർക്ക് അത് സന്താപവും ഉണ്ടാക്കി. അപ്പൊ ബാക്കിയുള്ള ഭാര്യമാർക്ക് എന്തായി? സന്താപവും ഉണ്ടായി. ഇത്രയും ഭാര്യമായിട്ട് ഒരുത്തിക്കാണ്, അത് ഒരുത്തിക്കാണ് കിട്ടിയെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ കാര്യം പറയണ്ട. നാൾത്തോറും 38 നാൾത്തോറും കുട്ടിയെ താലോലിച്ചു കൊണ്ടിരുന്ന രാജാവിന് സന്താനവതിയായ ഭാര്യയെ താല്പര്യം കൂടിയപ്പോൾ, അപ്പം ഭാര്യയോട്, ആ കുട്ടിയോട് താല്പര്യം വരുമ്പോൾ ഭാര്യയോട് വരുമല്ലോ, താല്പര്യം കൂടിയപ്പോൾ മറ്റുള്ളവരിൽ അത് കുറവുണ്ടാക്കി. മറ്റുള്ളവർക്ക് എന്തായി? മറ്റുള്ളവരോടുള്ള താല്പര്യം കുറച്ച് കുറഞ്ഞ്. ഈ കുട്ടീൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോൾ അടുത്ത ഈ ഭാര്യയല്ലേ ഉണ്ടാവും, ഭാര്യയല്ലേ ഉണ്ടാവും. അതുവരെ മറ്റവർക്ക് കുഴപ്പം തുടങ്ങുമല്ലോ. 39 വളർന്നു വന്ന അസൂയാലും അപുത്രത്വം മൂലവും. ഇപ്പൊ മറ്റുള്ളവർക്കെത്തായി? അസൂയ മൂത്ത് വരാൻ തുടങ്ങി. അപുത്രത്വം, പുത്രരില്ലാതെ കുഴപ്പം, സങ്കടത്താലും രാജാവിന്റെ ആദരവ് ലഭിക്കായികയാലും അവർ തങ്ങളെ തന്നെ പഴിച്ചുകൊണ്ട് വ്യാകുലപ്പെട്ടു. അവർക്ക് വലിയ വിഷമമുണ്ടാകും, സ്വാഭാവികം. കഥ ഇങ്ങനെയെല്ലാം പറയണം. ഇതിനെന്തിനാണ് പറയുന്നത് പിന്നെ പറയാം. 40 സന്താനമില്ലെങ്കിൽ ഭർത്താവിനെ കൂടി ഗൃഹത്തിൽ മതിപ്പില്ലാതെ വരും. ഭർത്താവിന്റെ കൂടി ഗൃഹത്തിൽ മതിപ്പില്ലാതെ വരുമ്പോൾ, ഭർത്താവിന്റെ കൂടി മതിപ്പ് ഗൃഹത്തിൽ ലഭിക്കാതെ വരുമ്പോൾ അവർ വേലക്കാരികൾക്ക് സമമായി മാറും മറ്റു ഭാര്യമാർ. അപ്പം ഭർത്താവിന്റെ ആദരവില്ലെങ്കിൽ ഭാര്യമാരുടെ അവസ്ഥ എന്താണ്? വേലക്കാരികൾക്ക് സമാനമായിട്ട് അറിവ് മോശമാണെന്നാണ് അവരുടെ അവസ്ഥ. ഭയങ്കര കഷ്ടമാണ്. ഭർത്താവിന്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആ ബാക്കിയുള്ള ഭാര്യമാരുടെ അവസ്ഥ എന്തായിരിക്കും? വേലക്കാരികൾക്ക് തുല്യമായിരിക്കും. ഭയങ്കര കഷ്ടമാണെന്നാണ് പറയുന്നത്. ഇതാ മാനസിക വശമാണേ പറയുന്നത്. എന്നിട്ട് ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് 41 ഗൃഹനാഥന്റെ പരിചരണം കൊണ്ട് അടിക്കടി പാരിതോഷം കിട്ടുന്ന ദാസിമാർക്ക്, വേലക്കാർക്ക്, വേലക്കാർക്കൊരു ഗുണമുണ്ട്. ഗൃഹനാഥന്റെ പരിചരണം, ആ ഗൃഹനാഥനെ പരിചരിക്കുക, വേലക്കാർ പരിചരിക്കുകയല്ലേ ചെയ്യുക. ഇപ്പൊ നല്ല പരിചരണമാണെങ്കിൽ മാസം ശമ്പളവും കൊടുക്കും, പാരിതോഷികങ്ങളും കൊടുക്കും. അവിടെ നല്ല ജോലിയാണെങ്കിൽ ചിലപ്പോൾ സാരിയെല്ലാം വാങ്ങിക്കൊടുക്കും. അവർക്ക് ദുഃഖത്തിന് കാര്യമൊന്നുമില്ല, അവർക്ക് ദുഃഖം ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? രാജാവിനെ പരിചരിക്കുന്നു, കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവരുടെ കാര്യം അതല്ല. അപ്പൊ അവർക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവർ വേലക്കാർക്ക് സമാനമാണെങ്കിലും ഇവർ വേലക്കാരികളെ കാട്ടി കഷ്ടമാണെന്നാണ് പറയുന്നത്. ഭാഗ്യം കെട്ടവരാണ്. കാരണം വേലക്കാരികൾക്ക് ഭർത്താവിന്റെ സ്നേഹം കിട്ടാനൊന്നും താല്പര്യമില്ല. കാരണം അവർക്ക് ശമ്പളം കിട്ടിയാൽ ഇവർക്ക് വേലക്കാരിക്ക് സമാനമാവുകയാണെങ്കിലും ഇവരുടെ കാര്യം ഇവർക്ക് തൃപ്തിയില്ല. അവര് ഭാഗ്യം കെട്ടവരായി മാറുന്നു. അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണെന്നാണ് പറയുന്നത്. അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇനി 42 ഭാര്യമാർ രാജാവിനാൽ അനാദരിക്കപ്പെട്ടതായി വന്നപ്പോൾ അവരുടെ വിദ്വേഷം ശക്തിമത്തായി. അപ്പൊ അവർക്ക് ദേഷ്യം, കുറെ പേരുണ്ടല്ലോ, അവർക്കെല്ലാം ദേഷ്യം കൂടി. 41 വിദ്വേഷത്താൽ വിവേകം നശിച്ച അവർ രാജാവിനോടുള്ള അസഹിഷ്ണുതയാൽ ബാലന് വിഷം കൊടുത്തു. അവരെന്ത് ചെയ്തു വെച്ചാൽ കുട്ടിക്ക് വിഷം കൊണ്ട് കൊടുത്തു.
ആ ഉണ്ടായ ഒരു കുട്ടിക്ക്. 44 സപത്നിമാരുടെ ഈ പാപകൃത്യത്തെ അറിയാത്ത കൃതദ്യുതി മകൻ ഉറങ്ങിയാണെന്ന് കരുതി ഗൃഹത്തിനകത്ത് നടക്കുകയായിരുന്നു. ഇപ്പൊ കുട്ടീനെ കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ദാസിമാരാണല്ലോ നോക്കുക. ദാസിമാര് കുട്ടീനെ കൊണ്ടുവരുന്നില്ല. കുട്ടി വരേണ്ട സമയമായി, രാവിലെ ഉറങ്ങിയിട്ട് എണീച്ച് വരേണ്ടതാണ്. അപ്പൊ ഇവക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, കുട്ടീനെ കളിപ്പിച്ചിട്ട് രാജ്ഞിയല്ലേ, വേറെ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ മുറിയിൽ ഇങ്ങനെ ഒരു വല്ലാതെ മാതിരി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ കുട്ടി വരാത്തത്? ഉറങ്ങിപ്പോയായിരിക്കും, അധികം ഉറങ്ങിയായിരിക്കും. ഇത് 45 ബുദ്ധിമതിയായ രാജ്ഞി കുറച്ച് ബുദ്ധിയുണ്ടല്ലോ. ബാലൻ ഏറെ നേരമായിട്ട് ഉറങ്ങിയെന്നത് അറിഞ്ഞിട്ട് ആയോട് മകനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആയോട് പറഞ്ഞ് പോയി കുട്ടീനെ എടുത്തിട്ട് പറഞ്ഞു. ഇറങ്ങിയാണെങ്കിൽ മതി, ഉറങ്ങിയാലും മതി, ഒന്ന് എടുത്തോണ്ട് പറഞ്ഞു. 46 അവൾ കിടന്നിരുന്ന കുട്ടിയെ സമീപിച്ച് അവനെന്താണ് കണ്ട് കൃഷ്ണമണിയെല്ലാം തള്ളിയിട്ടാണ് കിടക്കുന്നത്. ശ്വാസം നിലച്ചിട്ടുണ്ട്, ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. ജീവചൈതന്യെല്ലാം നഷ്ടപ്പെട്ട കുട്ടിയെ കണ്ടിട്ട് അവരെന്ത് പറഞ്ഞു? അയ്യോ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ കാര്യം നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കുട്ടിക്കൊണ്ട് ഭൂമിയിൽ വീണു. അവള് ഭൂമിയിൽ വീണു. 47 48 അപ്പോൾ മാരണത്തടുത്തേക്ക് കരയുന്ന അവളുടെ ഗർജനം കേട്ട്, ശബ്ദം കേട്ട് രാജ്ഞിയും മകന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പം തോഴിമാരെല്ലാം വിളിക്കുന്ന കണ്ടപ്പോൾ രാജ്ഞി തന്നെ നേരിട്ട് പിന്നെ അവിടത്തേക്ക് ചെന്നു. അപായം നേരിട്ട് കണ്ട കൊച്ചുമകനെ കണ്ട അപായം അവിടെ സംഭവിച്ചിരിക്കുന്നത് നേരിട്ട് കണ്ട അവള് തലമുടിയെല്ലാം അഴിഞ്ഞ് വസ്ത്രങ്ങളെല്ലാം ഒരുമാതിരിയായിട്ട് അഴിഞ്ഞുകൊണ്ട് നിലത്ത് തളർന്നു വീണു. അവളും ബോധം കെട്ടാണ് വീണു. 49 അനന്തരം അനന്തപുരിയിൽ പുരുഷന്മാരും സ്ത്രീകളും നിലവിളി കേട്ട് വന്നു. മറ്റുള്ള പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ബാക്കിയുള്ളിടത്ത് നിന്നെല്ലാം നിലവിളി കേട്ടിട്ട് ഓടിപ്പിടിച്ച് അവിടെ വന്നു. അവരും എല്ലാവർക്കും ഉണ്ടായ ദുഃഖത്തിൽ പങ്കെടുത്തുകൊണ്ട് കള്ളത്തരമാണെങ്കിലും കരഞ്ഞു എന്ന് പറയുകയാണ്. ചിലവർക്ക് വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല, കാരണം മറ്റേ ഭാര്യമാരുടെ ആൾക്കാർക്കെല്ലാം ചിലപ്പോൾ സന്തോഷമായിരിക്കും. അവര് പക്ഷെ എന്തായി കള്ളത്തരത്തിലാണെങ്കിലും നിലവിളിക്കാൻ തുടങ്ങി. 50 51 മരണകാരണം അറിയാതെ മരിച്ച മകനെ കുറിച്ച് അറിഞ്ഞിട്ട് അപ്പൊ രാജാവ് എന്തായി? കാരണമൊന്നും അറിയില്ല, പക്ഷെ മരിച്ചതായിട്ട് അറിഞ്ഞിട്ട് തീരെ നഷ്ടപ്പെട്ട കാഴ്ചപ്പാടുകൂടെ, അദ്ദേഹത്തിന് ആകെ കാഴ്ചപ്പാടെല്ലാം നഷ്ടപ്പെട്ട് വഴിയിൽ ഇടയിൽ വീടുകൊണ്ടും വരുന്ന വഴിയിലെല്ലാം തപ്പിത്തടഞ്ഞ് അവിടെയെല്ലാം വീടുകൊണ്ടും മറിഞ്ഞു വീടുകൊണ്ടും പുത്രശോകത്താൽ മോഹാലസ്യപ്പെട്ടും, ചിലപ്പോഴും മോഹാലസ്യം പെട്ടുപോയി. ഇടയ്ക്കിടെ മോഹാലസ്യപ്പെട്ടും മന്ത്രി ബ്രാഹ്മണന്മാരെല്ലാം ചുറ്റപ്പെട്ട് എത്തിച്ചേർന്ന ചിത്രകേതു കുട്ടിയുടെ കാൽക്കൽ അഴിഞ്ഞു ചിതറിയ കുടുമയോടുകൂടി അവിടെ അങ്ങ് പാദത്തിലേക്ക് അങ്ങ് വീണു. ആ കുട്ടിയുടെ പാദത്തിന്റെ സ്ഥലത്തേക്ക് കുടുമയെല്ലാം അഴിഞ്ഞുകൊണ്ട് അവിടെ വീണു. നെടുതായി നിശ്വസിച്ചും കണ്ണുനീരതാൽ പോളയടക്കാൻ പറ്റാതെ, കണ്ണിൽ നിന്ന് പോള പോലും അടിക്കാൻ പറ്റാത്ത തരത്തിലാണ് അദ്ദേഹം ആ അവസ്ഥയിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനൊപ്പം സംസാരിക്കാനും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഒന്നും പറയാൻ പറ്റിയില്ല. 52 അപ്പോൾ വർദ്ധിച്ച ശോകത്താൽ ഭർത്താവിനെയും മരിച്ച മകനെയും കണ്ട്, അപ്പൊ ഭർത്താവിനെയും മകനെയും കൂടി കണ്ടപ്പോൾ പതിവൃതിയായ കൃതധ്വനി ആളുകൾക്ക് മനോവേദന ജനിപ്പിക്കുന്ന തരത്തില് പല വിധത്തിൽ വിലപിച്ചു. പിന്നെ അവളും ഭർത്താവിനെയും കുറിച്ചും കണ്ടപ്പോൾ ആളുകൾക്കെല്ലാം ആകെ കഷ്ടം, മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തില് പലതരത്തിൽ വിലപിച്ച് കരയാൻ തുടങ്ങി എന്നാണ്. അപ്പൊ 53 പറയാണ്, കുങ്കുമച്ചാറിൽ നറുമണം ഏറ്റ 2 മുലകളെയും കണ്ണുനീർ തുള്ളികളാൽ നനച്ചുകൊണ്ട്, അപ്പൊ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന
എന്തെന്ന് നീര് കുങ്കുമച്ചാറിനാല് നറുമണമേറ്റ രണ്ട് മുലകളെ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ കവി പറഞ്ഞ വരുന്നുണ്ട്. വാർമുടികളെല്ലാം ചിന്തിച്ചിതറി ഈണത്തില് മകനെപ്പറ്റി ബഹുവിധം പറഞ്ഞു കരഞ്ഞു. സ്ത്രീകളാണല്ലോ. ഭർത്താവിനെയും മകനെയും കൂടി കണ്ടപ്പം പിന്നെ വാവിട്ടിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഈണത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കരയിക്കാൻ തുടങ്ങി. അവള് എന്തെല്ലാണ്? അയോ സൃഷ്ടികർത്താവേ, സൃഷ്ടികർത്താവിനെയാണ് വിളിച്ച് പറയുന്നത്. 54 അങ്ങ് ഏറ്റവും വലിയ ഭോഷനാണ്. ഈ സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ വലിയ ഭോഷനാണ്. അങ്ങ് ഏറ്റവും വലിയ ഭോഷനാണ്. സ്വന്തം സൃഷ്ടിക്ക് പ്രതികൂലമായി വർത്തിച്ചു. സൃഷ്ടിച്ചിട്ട് അതിനെ സംരക്ഷിക്കാൻ പോലും അങ്ങേർക്ക് കഴിയുന്നില്ല. സ്വന്തം സൃഷ്ടിയാണ്, അതാണ് സൃഷ്ടികർത്താവാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് അതിനെ സംരക്ഷിക്കാൻ സമയക്ക് നേരത്തിൽ വർത്തിച്ചു. മുമ്പേ ജനിച്ചവര് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ജന്മിച്ചവന് മരണം സംഭവിക്കുകയാണ്. ഇതെന്ത് സൃഷ്ടികർത്താവാണ്? മുമ്പേ ജനിച്ചവരെ ഇവിടെ വെച്ചിട്ട് ഇപ്പം ജനിച്ചവരെ അങ്ങ് ഇല്ലാതാക്കിയാണ്. ഇത്തരം ഇത്തരം വ്യത്യസ്തമായ കർമ്മങ്ങൾ ചെയ്യുന്ന അങ്ങുന്ന് എക്കാലത്തേക്കുമുള്ള ശത്രു തന്നെയാണ്. അങ്ങ് എക്കാലത്തും ചെയ്തു കൂട്ടുന്ന പരിപാടികൾ എന്താണ്? ഇതെല്ലാം തന്നെയാണ്. ചിലവരെ സൃഷ്ടിച്ച രക്ഷിക്കില്ല, അപ്പം തന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല. അതേസമയം എപ്പോഴും ജനിച്ചവരങ്ങനെ തടി പോലെ നിൽക്കുമ്പോൾ ഇപ്പം ജനിച്ചവരെ കൊല്ലുകയാണ്. അപ്പം ജനിച്ചതിന് ഇതിനൊന്നും ഒരു നിയമവശവും ഇല്ല. അങ്ങനെ എല്ലാ കാലത്തും ശത്രു തന്നെയാണ്. ഇത് എല്ലാ കാലത്തും അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 55 ഈ ലോകത്തിൽ മരണത്തിനും ജനത്തിനും ഒരു നിശ്ചിത നിയമവും ഇല്ല. ഇതാണ് ഒരാൾ മരിച്ചാല് 10 വർഷം ജീവിക്കുകയാണെങ്കിൽ മറ്റവന് 10 വർഷം. ഇങ്ങനെ ഒരു കണക്കൊന്നുമില്ല. തോന്നുന്ന മാതിരി ജനിക്കുന്നതിന് എപ്പം മരിക്കണം എന്നുള്ളതിന് ഒരു നിയമവും ഇല്ല. വെടിക്ക് പിറ്റേന്ന് ജനിക്കുന്ന ആ സമയത്ത് തന്നെ മരിക്കും, അല്ലെങ്കിൽ ചാണ്ട സമയം കഴിഞ്ഞാലും ചാവില്ല, അവിടെ കിടന്നിട്ട് നരങ്ങി ജീവനെടുക്കില്ല. ഇങ്ങനെയും ഉണ്ട്. ഒരു നിയമവും ഇല്ലാത്ത പരിപാടിയാണ്. ജീവികൾക്ക് അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണെന്നാണെങ്കിൽ അങ്ങനെ ആകട്ടെ. ഇനിയിപ്പോ ജനിപ്പിക്കുന്നത് അവിടെ അവർ സത്യം പറയുകയാണ്. ഓരോ ആളും ജനിപ്പിക്കുന്ന ഓരോ കർമ്മം ചെയ്യാനാണല്ലോ. ആ കർമ്മം തീരുന്നവരെ ജീവിപ്പിക്കും. ഒരു കൊച്ചിന് ഒരു ദിവസം ചെയ്യേണ്ട കർമ്മയുള്ളവർക്ക് ഒരു ദിവസം കഴിയും, അവൻ മരിക്കും. ഒരാളും കർമ്മം ചെയ്യാതെ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു. എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് 10 ദിവസത്തെ ജോലിയെ കൊല്ലും, 10 ദിവസം കൊല്ലും. അങ്ങനെയാണെങ്കിൽ ശരി, ഓക്കെ. പക്ഷേ നമ്മിലെ സന്താനപാശം നമ്മളെ ഹൃദയത്തില് ആ കുട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ തന്നെ എന്താ അറുത്ത് കളയുകയാണ്. അതെന്തിനാണ് മനുഷ്യർ ഉണ്ടാക്കിയില്ലെങ്കിൽ അതുണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓരോ ആൾക്ക് ജനിക്കുമ്പോൾ ഇത്ര വയസ്സാണെങ്കിൽ ആ വയസ്സ് വരെ ജീവിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ ശരി, ആ സ്വന്തം ജനിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ്. കർമ്മം തീരുമ്പോൾ പോവുകയാണെങ്കിൽ ശരി, ഞാൻ അംഗീകരിച്ചത്, നമ്മൾ സമ്മതിക്കാം. പക്ഷെ എന്തിനാണ് പിന്നെ ഈ മനുഷ്യരുടെ ഇടയ്ക്കിൽ ഇങ്ങനെ ഒരു മക്കളുമായിട്ടുള്ള സന്താനപാശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വെറുതെ നമ്മളെ കിടന്നിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? നമുക്ക് അങ്ങനെയൊന്നുമില്ല. മരിച്ചാ പോവാ, ഞാൻ 2 ദിവസത്തെ ജോലി, അവന്റെ ജോലിയുള്ളൂ, അവന്റെ ജോലി ഇതങ്ങ് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? ഇപ്പൊ മരിക്കുമ്പോ നമ്മൾ എന്തായി പോവാ? അവനിപ്പോ ഒരു മിനിറ്റ് നേരത്തേക്കുള്ള അല്ലാതെ ഈ സന്താന ഈ ഒരു ദുഃഖം ഉണ്ടാക്കേണ്ട ഒരു ബന്ധത്തിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്റെ പിന്നെ കുട്ടിയോട് പറയാണ്, നീ ദീനവും അനാഥവുമായ എന്നെ കൈവിട്ടു പോകാൻ അർഹിക്കുന്നില്ല. നിനക്ക് നമ്മളെല്ലാം വിട്ടുപോകാനുള്ള അർഹതയൊന്നുമില്ല. നീ അതിന് അർഹതപ്പെട്ടവനല്ല. നമ്മളിങ്ങനെ കഷ്ടത്തിലാക്കിയിട്ട് നിന്റെ ദുഃഖം മൂലം വിഷമിക്കുന്ന അച്ഛനെ നോക്കു. നീ മൂലം അച്ഛൻ, അതായത് കാലനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഇവനോട് പറയാണ് നീ ഇപ്പൊ പോവല്ല. കാരണം എന്നെയോ ദുഃഖത്തിലാക്കി. ആ ദുഃഖിച്ചു കിടക്കുന്ന അച്ഛനെ നീ നോക്കൂ.
സന്താനമില്ലാത്തവർക്ക് തരണം ചെയ്യേണ്ടതായി ഏതൊരു കൂരിട്ടുണ്ടോ, സന്താനം ഇല്ലാത്തവർക്ക് എന്ത് പറ്റും? പിന്നെ ജീവിതം കൂരിട്ടാണ്. ആ കൂരിട്ട് തരണം ചെയ്യേണ്ട, അതിനെ തരണം ചെയ്യേണ്ടതുണ്ട് നമുക്ക്. സന്താനമില്ലാത്ത അവസ്ഥയിൽ എന്താണ്? കൂരിട്ടായിരിക്കും. അതിനെ എനിക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നീ എന്ത് വേണം? നീ വന്നിട്ട് അതിനെ തരണം ചെയ്യാൻ സഹായിക്ക്. കാലന്റെ കൂടെ പോകല, തിരിച്ചു വരാത്ത തരത്തിൽ കാലന്റെ കൂടെ നീ പോകല്ല. കുട്ടിയോട് പറയാണ് നീ പോകല്ല. ഇതിന് പറയാണ് 59 ഉണ്ണി എഴുന്നേൽക്കു, നീ അവിടുന്ന് എഴുന്നേക്ക്. നിന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ നിന്നെ വിളിക്കുന്നു. ഇതാ നിന്റെ കൂട്ടുകാരൻ കളിക്കാൻ വേണ്ടിയിട്ട് നിന്നെ വിളിക്കുന്നുണ്ട്. നീ കുറെ നേരമായിട്ട് ഉറങ്ങുന്നു. നീ കുറെ സമയം, നിന്റെ ഉറക്കം കുറെ സമയമായി. വിശന്ന് നിനക്ക് തളർന്നിരിക്കും. അതുകൊണ്ട് എണീക്ക്, ചൂട് കഴിക്ക്, മുല കുടിക്ക്. എന്നിട്ടോ നിന്റെ ഉറ്റവരുടെ എല്ലാം ദുഃഖങ്ങളെ നീ അകറ്റിക്കൊടുക്ക്. അപ്പൊ ഇത്രയും കാലങ്ങളോട് ആദ്യം കുറ്റം പറഞ്ഞു. പിന്നെ ഇവരോട് പറഞ്ഞ് മരിച്ചയല്ല എന്നുള്ള ഒരു വിശ്വാസത്തോടെ നീ എണീക്ക്, നമ്മളെ ഒന്നും ദുഃഖല, നീ അങ്ങനെ ഇട്ടറിഞ്ഞ് നമ്മളെ ഇട്ടറിഞ്ഞ് പോകല്ല എന്നുള്ള നിലയിൽ മകനോട് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് 58 പറയാണ്, മകനെ, പുണ്യം നശിച്ച ഞാൻ നിന്റെ ചെന്താമര മുഖവും മന്ദഹാസവും കാണുന്നില്ല. പിന്നെ ഇത്രയും പറഞ്ഞിട്ടും അവനൊന്നും അനങ്ങാതെ കിടന്നപ്പോൾ പിന്നെ പറയുകയാണ്, മകനെ, പുണ്യം നശിച്ച ഞാൻ, എന്റെ പുണ്യം നശിച്ചു കഴിഞ്ഞു. നിന്റെ ചെന്താമര മുഖമൊന്നും, ആ താമര പോലെയുള്ള മാടി മുഖമൊന്നും ഇപ്പൊ കാണുന്നില്ല, മന്ദഹാസവും കാണുന്നില്ല. നിന്റെ ആദ്യമുള്ള ആ മൊഴികളൊന്നും കേൾക്കുന്നില്ല, കൊഞ്ചുന്ന മൊഴികളൊന്നും ഞാൻ കേൾക്കുന്നില്ല. നിർദ്ദയനായ യമൻ നിന്നെ കൊണ്ടുപോയി. അപ്പൊ അവർക്ക് ബോധ്യമായി, ഇത്രയും പറഞ്ഞിട്ട് എണീക്കാത്ത സ്ഥിതിക്ക് നിർദ്ദയനായ യമൻ നിന്നെ കൊണ്ടുപോയി. തിരിച്ചു വരാത്ത ലോകത്തിലേക്ക് എത്തി അല്ലേ? അപ്പൊ നീ പിന്നെ നമ്മളെല്ലാം വിട്ടുപോയി അല്ലേ? പിന്നെ സമാധാനിച്ചു. ഇനി 59 ഭാര്യയുടെ ഇത്തരം ദീനരോധനങ്ങൾ കേട്ട രാജാവ് ദുഃഖാർത്ഥനായി വാവിട്ട് കരയാൻ തുടങ്ങി. ഭാര്യ ഇതെല്ലാം പറയുമ്പോഴും ഭർത്താവ് പിന്നെ കരയാതിരിക്കുന്നത് എങ്ങനെയാണ്? രാജാവ് വാവിട്ട് നിലവിളിച്ച, എല്ലായിടത്തും കേൾക്കത്തക്കണം നിലവിളിക്കാൻ തുടങ്ങി. 60 ദുഃഖിതരായ അവരിരുവരും വിലപിക്കവേ അവരെ പിൻപറ്റി നിൽക്കുന്ന എല്ലാ പുരുഷ സ്ത്രീജനങ്ങളും കരഞ്ഞു തുടങ്ങി. അപ്പൊ രാജാവും രാജ്ഞി എല്ലാം നിലവിളിക്കുമ്പോ പിന്നെ എല്ലാ ജനങ്ങളും നിലവിളിക്കാതെ അവരെ കൂട്ടം കൂടിയിട്ട് കരയാൻ തുടങ്ങി. രംഗമാകെ നിർജീവമായി. പിന്നെ എല്ലാം ഒരുമാതിരി അവസ്ഥയിലെത്തി. പിന്നെ 61 ഇപ്രകാരം മുഴുത്ത ദുഃഖത്തെ പ്രാപിച്ച് സ്വബോധം നശിച്ച് നാഥനില്ലാത്ത ജനത്തെക്കുറിച്ച് അറിഞ്ഞ, അപ്പോഴാണ് ഇപ്രകാരം മുഴുത്ത ദുഃഖത്തിൽ ആ ലോകം അകപ്പെട്ടിരിക്കുന്നു, സ്വബോധം നശിച്ചിരിക്കുന്നു, നാഥനില്ലാത്ത അവസ്ഥയിൽ ജനങ്ങളായിരിക്കുന്നു. ഇതറിഞ്ഞ അങ്കിരസ് മഹർഷി നാരദനോടുകൂടി ഇവിടെ വന്നു. അപ്പൊ ഒന്നാമത്തെ കുട്ടി മരിച്ചേ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായി ഞാൻ പറഞ്ഞത് എന്താണ്? ഇലക്ട്രോണാണ്. ചിലപ്പോൾ കുറച്ച് കണങ്ങളെല്ലാം കൂടിയിട്ട് ഇലക്ട്രോൺ ആയിട്ട് മാറിയിരിക്കാം. ഇലക്ട്രോണിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു ഇലക്ട്രോൺ ഉണ്ടായാൽ ഇലക്ട്രോൺ ഒറ്റക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊരു പ്രോട്ടോണും കൂടി ചേർന്നാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ വലുതാണ്, ഇലക്ട്രോൺ. അപ്പൊ ആദ്യം കുറച്ച് അങ്കീരസ് കണങ്ങൾ കൂടിയിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കാം. അതിന് നിലനിൽപ്പില്ലാതെ അത് പൊട്ടിയിട്ട് പിന്നെ പഴയ അങ്കീരസിന്റെ അവസ്ഥയിലേക്ക് തന്നെ എത്തുന്നു. അതാണ് സൃഷ്ടിയുടെ ആദ്യക്രമം. ഇപ്പൊ സൃഷ്ടിയുടെ ആദ്യ ക്രമത്തില് ഊർജം തരംഗരൂപത്തിലായി അത് കണങ്ങളായി മാറി. അതാണ് അങ്കീരസ്. ആ കാലഘട്ടത്തിലെ രാജാവാണ്, ലോകത്തെ സൃഷ്ടിക്ക് നയിക്കുന്ന രാജാവാണ് ഈ പറഞ്ഞ രാജാവ്. അപ്പൊ അദ്ദേഹത്തിലൂടെ വേണം ഇനി ഈ കണങ്ങളെ യോജിപ്പിച്ചിട്ട് ഇലക്ട്രോണും പ്രോട്ടോണും ആക്കിയിട്ട് ആറ്റങ്ങളാക്കിയാൽ ആറ്റങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. എന്തായി മാറണം? തന്മാത്രയായിട്ട് മാറ്റണം. കാരണം ആറ്റങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും പുറത്ത് 8 ഉണ്ടാകണം. 8 മാത്രമേ ആവുള്ളൂ. അല്ലാതെ ഒന്നും നിലനിൽക്കാൻ പറ്റില്ല.
ആദ്യം ഉണ്ടാകുന്ന കണങ്ങളാണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്. അതിൽ ഏറ്റവും ഒന്നാമത്തത് ഇലക്ട്രോണാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടായി, അപ്പം തന്നെ ഇല്ലാതായി. ആ നിലയിൽ ഇതിനെ കണ്ടാക്കുന്നത്.